പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ബിരിയാണി വെച്ചു കേട്ടോ, ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ആണ് ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാരിനേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തൈര്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ നന്നായിട്ട് കൂടത്തിൽ നാരങ്ങ നീരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നതാണ്. അപ്പം നാരങ്ങ നീരും കൂടെ കൂട്ടി നന്നായിട്ട് ഈ 4 ഐറ്റംസ് കൂടെ കൂട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക ചിക്കനിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി, ചിക്കൻ്റെ ക്വാണ്ടിറ്റി, അരിയുടെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് പ്രോസസ്സ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം കേട്ടോ, എത്ര ക്വാണ്ടിറ്റി ചിക്കന് എത്ര ഇതാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഉള്ളി വറുത്തിടണം. വിസ്താവാസ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള നന്നായിട്ട് നല്ല നേരിയതായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് വറുത്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് കോരിയെടുക്കാം. അല്ലെങ്കിൽ അത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുമാതിരി കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. നമ്മുടെ ബിരിയാണിക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും, ഒരു ഗോൾഡൻ ബ്രൗൺ പരുവം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എടുക്കുക. അപ്പോൾ അത് പിന്നെ തനി ഇരുന്നിട്ട് കുറച്ച് വെന്തോളും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ കോരിയെടുത്തതിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീരകശാല റൈസാണോ എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസ് നല്ലതായിട്ട് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും, ആദ്യം കാണിച്ച പുതിനയില, ഇപ്പോൾ കാണിക്കുന്ന പുതിനയില, പിന്നെ ഇത് മല്ലിയില, പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് 3ഉം നമ്മൾ എരിവിൻ്റെയൊക്കെ ആവശ്യത്തിന് അറിയാമല്ലോ, അത് വേണ്ടത്ര എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ട എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3ഉം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചിക്കൻ്റെ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പു, പട്ട, ജാതിപത്രി, ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏലക്കയുടെയൊക്കെ ആ തോടൊന്ന് പൊളിച്ചിട്ടിട്ട് കൊടുത്താൽ നല്ലോണം അതിൻ്റെ ഫ്ലേവർ എണ്ണയിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമ്മൾ മൂടി വെച്ചിട്ടൊക്കെയാണ് വേവിക്കുന്നത് കേട്ടോ. അതാകുമ്പം പെട്ടെന്ന് അത് വെന്തോളും, ഗ്യാസൊന്നും അധികം ചിലവാകത്തില്ല, പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി ടൈം കൂടുതലെടുക്കും. അപ്പോൾ മൂടി വെച്ചൊക്കെ വേവിക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി എത്രയും ചെറുതായിട്ട് അരിയുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് അത് വെന്ത് അതിലോട്ട് ഉടഞ്ഞ് ചേർന്നോളും. അപ്പോൾ നമ്മൾ തക്കാളി ഇതേപോലെ ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പം തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. അത് നന്നായിട്ട് എന്താ പറയുക, മസാല നന്നായിട്ട് ഉടഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പച്ചമണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറുന്നതുകൊണ്ട് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മസാലയായിട്ട് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡായി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ മസാലയും ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് ചിക്കൻ വേവിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. 5 to 10 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്തായിട്ട് നമുക്ക് അരി ഉണ്ടാക്കാം, നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നെയ്യും എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരിയാണ് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു,
വേണമെങ്കിൽ ജാതിപത്രി വേണമെങ്കിൽ ഇടാം. അതും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ റൈസ് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ഈ എന്താ പറയുക, ഈ റൈസിൽ എല്ലായിടത്തും എത്തണം കേട്ടോ. ആ ഒരു നെയ്യും എണ്ണയും നമ്മൾ ആ ഒരു മിക്സർ ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാ അരിയിലും എത്തണം. അരിയിൽ എത്തിയിട്ട് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആവണം. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ഒരു സാധാരണ രീതിയിൽ വയ്ക്കുമ്പം ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളതുപോലെ നമ്മൾ ചിക്കൻ ഇടയ്ക്ക് നോക്കണം കേട്ടോ, അത് വെന്തോ എങ്ങനെയാണ് അടിക്ക് പിടിച്ചോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. 5 to 10 മിനിറ്റ്സിൽ തന്നെ അരി അത്യാവശ്യം വേവും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചിക്കൻ നോക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് നമുക്ക് ഒരു മിനിമം 1 പിടിയെങ്കിലും വേണം, 1 പിടിയെങ്കിലും മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ചിക്കനിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ഉള്ളി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് നേരം കൂടി മൂടി വെച്ച് നന്നായിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം ചിക്കനും വെന്തിട്ടുണ്ട്, റൈസും വെന്തിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാം കേട്ടോ. ദം ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ 1 ലെയർ അരി ഇട്ടിട്ടുണ്ട്, 1 ലെയർ നമ്മൾ വെന്ത ചോറ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ എന്താ പറയുക, വറുത്ത ഉള്ളിയും നെയ്യും പിന്നെ എന്താ പറയുക മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ചോറ് നിരത്തുക. അതിന് മുകളിലേക്ക് ഇത് തന്നെ ഈ പറഞ്ഞ സെയിം സംഭവങ്ങളൊന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ മല്ലിയില, പുതിനയില, നെയ്യ്, വറുത്ത ഉള്ളി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉണ്ടോ, അതിന് കൂട്ടത്തിൽ ഗ്രേവി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി ഫ്ലേവർ കിട്ടാനും കുറച്ച് ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പഴയൊരു ഷാളൊക്കെ വെച്ചിട്ടാണ് അമ്മ ദമ്മിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് അടപ്പിരിക്കാൻ വേണ്ടി ദമ്മിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദമ്മിട്ട് വെച്ചതിന് ശേഷം ഇതപ്പം ദമ്മ് തുറക്കുവാണ് കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്ത് അരിയും വെന്തിട്ടുണ്ടായിരുന്നു, ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ദം ഇട്ടിട്ട് വെച്ചത്. നമ്മൾ തീ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. തീ അടിയിൽ മേളിലൊന്നും തീ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കുമ്പോഴത്തേക്കും അറിയാമല്ലോ, അടിപൊളി ബിരിയാണിയുടെ സ്മെല്ല് ഉണ്ട് കേട്ടോ. അത്യാവശ്യം അടിപൊളി നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ഇങ്ങനെയല്ല, ചെറുപ്പത്തിൽ പണ്ട് മുതലേ എൻ്റെ അമ്മ വെക്കുന്നത് വേറൊരു സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. പക്ഷേ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇന്ന് ഈ സ്റ്റൈലാണ് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് സൈഡായിട്ട് നാരങ്ങ ചമ്മന്തി ഉണ്ട്, നമ്മുടെ കുക്കുംബർ സാലഡുണ്ട്, മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പപ്പടം ഒന്നും വറുത്തില്ല. അപ്പം നമുക്ക് ഈ സൈഡ് തന്നെ അത്യാവശ്യം ധാരാളമാണ് കേട്ടോ.